മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ഉയർന്നൊരു പ്രധാന ചോദ്യമുണ്ട്. സുസ്ഥിരമായി മോദിക്ക് ഭരിക്കാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയുമോ? ഈ ചോദ്യം കൂടുതലായി ഉയരുന്നത് BJPയുടെ അണികൾക്ക് ഇടയിൽ നിന്ന് തന്നെയാണ്. എന്നാൽ പ്രതിപക്ഷം ഇതൊന്നും നടപ്പാക്കാൻ കഴിയില്ല എന്നും മോദിയുടെ അനവധി ട്രോളുകളും മറ്റും വരുന്നുണ്ട്. മോദി ഈ പാദസേവ ചെയ്യുന്ന, അതായത് നായിഡുവിനും JDUവിനൊക്കെ പാദസേവ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഏതായാലും നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പ്രധാനമായും BJP മുൻപോട്ട് വച്ചിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഏകീകൃത സിവിൽ കോഡാണ്. മൂന്നാമത് അവർ ഇത്തവണ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത് മുസ്ലിം സംവരണം നിർത്തലാക്കും എന്നുള്ളത്. നാലാമത് ഉള്ളത് ദേവസ്വം ബോർഡ് ബില്ലാണ്. അത് മുമ്പ് അവതരിപ്പിച്ചിരുന്നതാണ്. ആ ബില്ലായിരിക്കും. അതായത് ആരാധനാലയങ്ങളുടെ ചില പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ചില മാറ്റങ്ങൾ വരുത്തുന്നു. അഞ്ചാമത് ഈ പൗരത്വ ഭേദഗതി നിയമം ശക്തമായി നടപ്പാക്കുക. ഒപ്പം അതിനെ കാര്യക്ഷമമായിട്ട് അത് ഈ പറയുന്ന ബില്ലുകൾ ഓരോന്ന് വരുമ്പോഴും അതിനകത്ത് അനവധി ഉപവകുപ്പുകളും കാര്യങ്ങളും ഉണ്ട്. അത് സ്വാഭാവികമായി അത് പിന്നീട് അതിൻ്റെ ആ ബില്ലുകളുടെ മുഴുവൻ ഡീറ്റെയിൽസുകൾ വരുമ്പോൾ മാത്രമാണ് നമുക്കറിയാം. പക്ഷേ ഇതാണ് പ്രധാനമായി BJP നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. അവരെ സംബന്ധിച്ച് അത് 2025 മുൻപ് നടപ്പാക്കുകയും വേണം. കാരണം 2025 അവരെ സംബന്ധിച്ച് RSSൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഹിന്ദുത്വ അജണ്ടയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയായ BJPക്ക് അവരുടെ വാഗ്ദാനങ്ങൾ ഒരു 90% ഇല്ലെങ്കിൽ പോലും 75% നടത്തിയേ മതിയാകുള്ളൂ. ഈ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ തന്നെ പല നിയമങ്ങൾക്കും ഇല്ലെങ്കിൽ പല ബില്ലുകൾക്കുമുള്ള മുറവിളി അവസാനിക്കും. പ്രത്യേകിച്ച് ഈ ജനസംഖ്യാ നിയന്ത്രണ ബില്ല്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ബില്ലുകളുണ്ട്. അത് ഏകീകൃത സിവിൽ കോഡിൻ്റെ ആ ഒരു ബില്ലിനകത്ത് തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ നിയമങ്ങളും ഉണ്ടാകും. പിന്നീട് അതിന് ഒരു ഭേദഗതിയിലൂടെ മാത്രം ഒരു ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. അതായത് ഏകീകൃത സിവിൽ കോഡ് വന്ന ഏതാണ്ട് BJP പറയുന്ന വാഗ്ദാനങ്ങളുടെ ഒരു 50% മുകളിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒരു പാക്കേജ് പോലെയാണ്. ഏതായാലും ഈ 5 കാര്യങ്ങൾ BJPക്ക് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായി ചോദിക്കുന്നത്. കാരണം BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് JDUവിനെയും TDPയെയും ഒക്കെ ആശ്രയിക്കേണ്ടതായി വരും. അതൊരു വലിയ പ്രശ്നം ചെയ്യും എന്നൊക്കെയാണ് പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും വിശകലന വിദഗ്ധരുമൊക്കെ പറയുന്നത്. അതിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് വെച്ചാൽ അതിൽ കാര്യമില്ലാതില്ല. കാരണം സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന സർക്കാരുകൾ, അത് BJP ആയാലും ഏത് സർക്കാരായാലും കുറച്ചൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ മുൻപോട്ട് പോയെങ്കിൽ മാത്രമാണ് ഭരിക്കാൻ കഴിയും. നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ നമ്മൾ സ്ഥിരം കണ്ടുമടുത്ത ഒരു രീതിയാണിത്. ഇത് AB വാജ്പേയിയുടെ കാലത്ത് നമ്മൾ കണ്ടു. 28 പാർട്ടികളെ കുട്ടിക്കെട്ടിയാണ് AB വാജ്പേയി ഭരിച്ചത്. അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടിയത് നമ്മൾ കണ്ടു. മൻമോഹൻ സിംഗ് 10 വർഷക്കാലം UPAയുടെ ഘടകകക്ഷികൾ രാജ ഉൾപ്പെടെയുള്ള DMKയുടെ ആളുകളെ കുട്ടിക്കെട്ടി ഭരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കണ്ടു. പക്ഷേ കഴിഞ്ഞ 2 തവണ 2014 19 നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. അവരുടെ പല ബില്ലുകളും എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാനും വളരെ എളുപ്പത്തിൽ മുൻപോട്ട് പോകാനും കഴിഞ്ഞു. ഇത്തവണ പക്ഷേ അതിന് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്പറുകൾ അതിന് സാധ്യമാക്കുന്നില്ല. പക്ഷേ നമ്പറുകൾ സാധ്യമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യമാക്കുന്നു. പക്ഷേ നമ്പറിലെ കളി പോരാ. കാരണം 272 സീറ്റ് ഒരു സീറ്റുകൾ മാത്രം കിട്ടിയാലും ഇത്രയും വലിയ നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. ഒരു 280 ഇല്ല 285 ഒരു സ്ട്രോങ് മെജോറിറ്റിയിലൊക്കെ വന്നാൽ നടപ്പാക്കാൻ കഴിയില്ല. 300 സീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇവിടെ BJPക്ക് ഏറെക്കുറെ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുള്ള കാരണം പറഞ്ഞുതരാം. ഈ ഘടകകക്ഷികൾ BJPക്ക് കൊടുക്കുന്ന തലവേദന ചെറുതല്ലായിരിക്കും എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഘടകകക്ഷികൾക്കുള്ള തലവേദന BJPയുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് മോദി ഇവിടെയാണ് ഒരു മാജിക്കുകാരനായി മാറേണ്ട ഒരു സ്ഥിതി വരുന്നത്. കാരണം ഘടകകക്ഷികളായ TDPക്കും JDUവിനും വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ തന്നെയാണ് BJPയുടെ തുറുപ്പ് ചീട്ടും. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ നായിഡുവും മറ്റും ഇനി ആന്ധ്രയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം നരേന്ദ്രമോദിക്ക് മാത്രമാണ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറിയ ഇടമ്പനൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നതിൻ്റെ കാര്യം, ഈ 2 കൂട്ടർ ഒതുങ്ങി നിൽക്കുന്നതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അതായത് ഈ ചന്ദ്രബാബു നായിഡുവിനെ വെട്ടിലാക്കുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന് BJPയെ വെട്ടിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് BJPയെ വെട്ടിലാക്കാൻ ചന്ദ്രബാബു നായിഡു പോകുന്നത് ഈ മുസ്ലിം സംവരണത്തിൻ്റെ ആണെന്നാണ് പൊതുവെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അത് പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. പക്ഷേ അതൊരു ചുക്കും സംഭവിക്കില്ല. അതിൻ്റെ കാരണം പറഞ്ഞു തരാം. ഇപ്പോൾ പ്രധാനമായും ചന്ദ്രബാബു നായിഡു അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം ആന്ധ്രയുടെ തലസ്ഥാനമാണ്. ആന്ധ്രയ്ക്ക് നിലവിലിപ്പോൾ തലസ്ഥാനമില്ല. അവരുടെ തലസ്ഥാനം ഹൈദരാബാദ് ആയിരുന്നു. അതായത് ഈ ആന്ധ്രയും തെലുങ്കാനയും വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ തലസ്ഥാനമായിട്ട് തെലുങ്കാനയും ആന്ധ്രാപ്രദേശും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹൈദരാബാദാണ്. അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ആന്ധ്രയുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അമരാവതി പുതിയ തലസ്ഥാനമാക്കണമെന്നാണ്. ഈ അമരാവതി തലസ്ഥാനമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന
പാർട്ടിയാണ് TDPയും ജനസേനയും. എന്നാൽ ആന്ധ്രയുടെ തലസ്ഥാനം വിശാഖപട്ടണത്തേക്ക് മാറ്റണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ജഗൻമോഹൻ റെഡ്ഡി. ഈ ജഗൻമോഹൻ റെഡ്ഡി ഇത് വിശാഖപട്ടണത്തേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് വലിയ സംഘർഷവും കലാപവും 144 പ്രഖ്യാപിക്കുകയും പവൻ കല്യാണിനെ അകത്തിടുകയൊക്കെ ചെയ്ത് വലിയ സംഘർഷം. ഇത് അമരാവതിയിലേക്ക് മാറ്റിയാലും പ്രശ്നം തീരില്ല. കാരണം അമരാവതിയിലേക്ക് വേണമെന്ന് ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ വിശാഖപട്ടണത്തേക്ക് വേണമെന്ന് പറയും. ഇതിനിടയിൽ ജഗൻ്റെ മറ്റൊരു ഫോർമുല ഉണ്ടായിരുന്നു, 3 തലസ്ഥാനം. അതായത് വിശാഖപട്ടണത്ത് എക്സിക്യൂട്ടീവ്, അതായത് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന നിയന്ത്രിത ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നത് വിശാഖപട്ടണത്തും, ഒപ്പം തന്നെ അമരാവതിയിൽ നിയമസഭാ മന്ദിരവും നിയമസഭയും, കുർണൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആന്ധ്രയിൽ, ആ കുർണൂർ നമ്മുടെ ജുഡീഷ്യറിയും, അങ്ങനെ 3 തലസ്ഥാനം എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ TDPയും പവൻ കല്യാണുമൊക്കെ അമരാവതി തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അമരാവതിയിൽ തലസ്ഥാനം വരുന്നതിനെ കർഷകർ വലിയ രീതിയിൽ എതിർക്കുന്നുമുണ്ട്. ഇവിടെ ഒരു വലിയ ബിസിനസ് ഡീലുണ്ട്. ഇവിടെ അമരാവതിയിൽ തലസ്ഥാനം വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചന്ദ്രബാബു നായിഡു അവിടെ ഒരു വലിയ രീതിയിൽ ഈ കർഷകരുടെ കയ്യിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിയിരുന്നു. ഈ കർഷകരുടെ ഭൂമി തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിൽ വരുന്നത്. ഈ ജഗൻമോഹൻ റെഡ്ഡി പിന്നെ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നായിഡു തട്ടിയെടുത്ത ഭൂമി എന്ന് പറയുന്ന കർഷകരുടെ ഭൂമിയെല്ലാം ജഗൻമോഹൻ പിടിച്ചെടുത്തിട്ട് പുള്ളി മറ്റൊരു വിലയ്ക്ക് മറിച്ച് വിറ്റു. അതായത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും കർഷകരുടെ ഭൂമിയൊക്കെ ഈ 2 കൂട്ടരും, ഈ ഭൂമിയെല്ലാം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയിൽപ്പെടുന്ന നേതാക്കന്മാരും അവരുടെ കോൺട്രാക്ടേഴ്സും, ജഗൻമോഹൻ റെഡ്ഡിയുടെ ആളുകൾ, പവൻ കല്യാണിൻ്റെ ആൾ, അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരു ബിസിനസ് താല്പര്യം അവിടെയുണ്ട്. ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, കേന്ദ്രത്തിൽ കൂടെ പവർഫുള്ളായിട്ട് വരുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്വപ്നങ്ങൾക്ക് അത് മങ്ങലേൽപ്പിക്കും. ഇവിടെ ഒരു വലിയ കച്ചവട താല്പര്യമുണ്ട്. ഈ കർഷകരാണെങ്കിൽ പ്രതിഷേധത്തിലാണ്. കർഷകർ വിറ്റതാണ് കുറഞ്ഞ വിലക്കെങ്കിൽ പോലും കർഷകർക്ക് ഈ ഭൂമി തിരിച്ച് വേണം. അതുകൊണ്ട് അവർ പറയുന്നത് ഈ തലസ്ഥാനം വിശാഖപട്ടണത്തേക്കോ മറ്റോ മാറ്റിയാൽ ഈ അമരാവതിയുടെ ഈ ഭൂമി തട്ടിപ്പെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഭൂമി ഈ ചുളുവലയ്ക്ക് വാങ്ങിക്കുകയും വേറൊരു സർക്കാർ അവർക്ക് അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ആ സർക്കാരും അവരെ പറ്റിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അത് അവർക്ക് കിട്ടുമെന്നൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഏതായാലും ഇതൊരു കീറാമുട്ടിയാണ്. ഇത് പെട്ടെന്നൊന്നും പരിഹരിക്കാൻ ചന്ദ്രബാബു നായിഡുവിന് കഴിയില്ല. ഏതായാലും ആന്ധ്രയുടെ ഹൈക്കോടതിയും പറഞ്ഞത് അമരാവതി തന്നെ നിങ്ങളൊരു തലസ്ഥാനമാക്കി വികസിപ്പിച്ചെടുക്കും, അതിനുശേഷം എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറൂ എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. 2019 കേന്ദ്ര സർക്കാർ ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചതുമാണ്. ഇവിടെ നായിഡുവിന് ഒരു വലിയ തലവേദന സൃഷ്ടിക്കും. എവിടെ തലസ്ഥാനം കൊണ്ടുവച്ചാലും വലിയ പ്രശ്നങ്ങൾ അത് ആന്ധ്രയിൽ ഉണ്ടാക്കും. ഇതിനെ എങ്ങനെ നായിഡു മറികടക്കും? ഇതിൻ്റെ മരുന്ന് ഇപ്പോൾ തൽക്കാലം കയ്യിലുള്ളത് മോദിയെടുത്ത് മാത്രമാണ് ഉള്ളത്. അതിനെങ്ങനെ മോദി അത് കൈകാര്യം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് അമൃത നഗരം പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ. ഇപ്പം നിലവിൽ 461 നഗരങ്ങളാണ് ഈ അമൃത നഗരം പദ്ധതിയിൽ പെടുത്തിയിരിക്കുന്നത്. ഈ അമൃത നഗരം പദ്ധതി കൊണ്ട് ഈ ഒരു പ്രശ്നത്തെ കുറച്ച് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഒരു പിടി ആളുകൾ മനസ്സിലാക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ അമൃത നഗരം പദ്ധതി വന്നു കഴിഞ്ഞാൽ ഈ വിശാഖപട്ടണത്തിനും ഒപ്പം തന്നെ കുർണൂരിനുമൊക്കെ പ്രത്യേക ഒരു പദവിയിലേക്ക് എത്തുകയും അവിടുത്തെ വികസനങ്ങൾ കേന്ദ്ര സർക്കാരിന് അണ്ടറിലേക്ക് വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ അമരാവതിയും വിശാഖപട്ടണവും കുർണൂരുമൊക്കെ ഒരേപോലത്തെ പോകും. പിന്നെ അവിടെയുള്ള പ്രധാന പ്രശ്നം കർഷക പ്രശ്നമാണ്. ഈ കർഷക പ്രശ്നം ജഗൻമോഹൻ റെഡ്ഡിക്ക് കത്തിച്ച് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട, ആ രീതിയാണ്. ഇല്ലെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാൻ കഴിയും. അപ്പോൾ കർഷകർക്ക് പ്രത്യേക പാക്കേജുകളും ആനുകൂല്യങ്ങളും നൽകേണ്ടി വരും. അത് നൽകണമെങ്കിലും കേന്ദ്രം കനിയണം. അതായത് കേന്ദ്രത്തിന് വേണമെങ്കിൽ നായിഡുവിനെതിരെ ആന്ധ്രയിൽ ഒരു സമരം നടത്താനായി ജഗൻമോഹനെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ കഴിയും. അതായത് ഏത് നിമിഷവും നായിഡുവിനെതിരെ ഈ അമരാവതിയുടെ പേരിൽ ഒരു പ്രക്ഷോഭത്തിന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ജഗൻമോഹനെ അനുകൂലിക്കുന്ന മറ്റു സംഘടനകളെ വിളക്കി വിട്ടാൽ നടക്കുന്ന ഒരു കേസാണ്. പക്ഷേ കേന്ദ്രത്തിന് അതൊരു അല്പം കണ്ണടച്ച കുറേ ഫണ്ടുകളും മറ്റും കൊടുത്ത് കർഷകരെ ഒതുക്കാമെങ്കിൽ പ്രശ്നം തീരുകയും ചെയ്യും. അത് അവരുടെ കയ്യിലിരിക്കുന്ന, മോദിയുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ തുറുപ്പുചീട്ടാണ്. ഇവിടെയാണ് നായിഡുവിൻ്റെ കയ്യിലിരിക്കുന്ന അടുത്ത വെടിമരുന്ന്, ഇല്ലെങ്കിൽ അടുത്ത ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സംവരണമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയാണ് നായിഡു എത്തിയിരിക്കുന്നത്. എന്നാൽ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന് മുസ്ലിങ്ങളുടെ സംവരണം രാജ്യത്താകമാനം എടുത്തു കളയും. ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചാൽ, ഇത് നായിഡുവിന് ഒറ്റയ്ക്ക് മുസ്ലിം സംവരണം കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്, കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമാണ്. അതുകൂടാതെ ഈ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് നീളുകയും ചെയ്യും. സ്വാഭാവികമായും ഇതിൽ നിന്നൊക്കെ ഈ 2 കൂട്ടർക്കും അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വരും. ഇവിടെയാണ് ഞാൻ പറയുന്നത് നായിഡു വിട്ടുപോകില്ല എന്ന് പറയുന്നതിന് പ്രധാന കാരണം, ഈ അമരാവതി തലസ്ഥാനമാക്കി മാറ്റണമെങ്കിൽ കേന്ദ്രത്തിന് സഹായം കൂടിയേ കഴിയൂ. അമരാവതി തലസ്ഥാനമാക്കി മാറ്റുമ്പോൾ അവിടുത്തെ ക്രമസമാധാന നില പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രമ്യമായി പരിഹരിക്കണം, 1. 2, അവിടെയുള്ള മറ്റ് നഗരങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയും. ഒപ്പം തന്നെ ഈ മുസ്ലിം സംവരണം ഒരുപക്ഷെ ഒരു വർഷം കഴിയുമ്പോഴോ മറ്റോ നായിഡു അത് നിയമസഭയെ കൊണ്ടുവന്ന് മുസ്ലിം സംവരണം പാസ്സാക്കും.
അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമ്മുടെ മഹാരാഷ്ട്ര കണ്ടാണ് മറാത്ത സംവരണം കൊടുക്കുന്നത്. 50% വരെ സംവരണമാകാവുള്ളൂ എന്നുള്ള വിധി നിലനിൽക്കുമ്പോഴാണ് 50%-ന് മുകളിൽ 10% കൊടുക്കുന്നത്. അത് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം അങ്ങനെ ഒരു സംവരണം നിലനിൽക്കില്ല. പക്ഷേ മറാത്ത സംവരണം കൊടുത്തു. അത് ഒരു തവണയല്ല കൊടുത്തത്, 2 തവണ കൊടുത്തു. അത് ഉദ്ധവ് താക്കറയുടെ കാലത്തും 10% കൊടുത്തു, ഇപ്പോൾ ഷിൻഡെയും കൊടുത്തു. ഈ 2 കൂട്ടർ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതായാലും നായിഡു ഈ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ മുസ്ലിം സംവരണം നിയമസഭയിൽ പാസ്സാക്കുമായിരിക്കും. പക്ഷേ പിന്നീട് അതിൻ്റെ ആ കടമ്പകളെല്ലാം കടന്നു വരാൻ പിന്നെയും ഒരുപാട് നാളുകളെടുക്കും. കാരണം ഇത് സുപ്രീം കോടതിയിലേക്ക് കേസ് പോകാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഇതിനോടൊക്കെ അകത്ത് തന്നെ ഈ NDA സർക്കാർ ഒരു വ്യക്തമായ മെജോറിറ്റിയിലേക്ക് എത്തുകയാണെങ്കിൽ മോഡി പിന്നെ അത് ഒരു വലിയ കെയറിങ് അതിന് കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അതൊരു നനഞ്ഞ പടക്കമായിട്ട് നിൽക്കുകയുള്ളൂ. ഇതാണ് നായിഡുവും ഇപ്പോഴത്തെ BJPയും തമ്മിലുള്ള പ്രശ്നം. അതായത് നായിഡുവിൻ്റെ കയ്യിൽ ചില ആയുധങ്ങളുണ്ട് ഈ BJP ആക്രമിക്കാനെങ്കിൽ അതിനേക്കാൾ വലിയ ആയുധങ്ങളാണ്, അല്ലെങ്കിൽ ആയുധങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, തടയാനുള്ള പരിച മോദിയുടെ കയ്യിലുണ്ട് എന്നുള്ളത്. അതൊന്നും ഈ അമരാവതിയുടെ കേസ് തന്നെയാണ് പ്രധാന കേസ്. കാരണം അത് ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വലയ്ക്കുന്ന ഒരു സാധനമാണ് അത് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് നിതീഷ് കുമാറിലേക്ക് പോകാം. നിതീഷ് കുമാറിൻ്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകൾ എന്ന് നമുക്ക് നോക്കിയാൽ, ഒന്ന് അഗ്നിവീർ പദ്ധതി പിൻവലിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല, പുനഃപരിശോധിക്കണമെന്നേ പറയുന്നുള്ളൂ. മറ്റൊന്ന് ഈ ജാതി സെൻസസ്, ജാതി സംവരണം എടുക്കണം. നിലവിൽ ജാതി സംവരണം ബീഹാറിൽ അവർ നടപ്പാക്കിയിരുന്നു. മറ്റേ അവർ ലാലുവിൻ്റെ പാർട്ടിയുമൊക്കെ ആയിട്ട് ഭരിക്കുന്ന സമയത്ത് നിതീഷ് കുമാർ അത് നടപ്പാക്കിയിരുന്നു. ഏതായാലും ഈ ഒരു വിഷയമായിട്ട് നിതീഷ് കുമാറിന് അധികം മുൻപോട്ട് പോകാൻ കഴിയില്ല. അത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുമായി ചേർന്ന സമയത്ത് അവരത് ബീഹാറിൽ നടപ്പാക്കുക, ജാതി സെൻസസ് പൂർത്തിയാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെയുള്ളത് അഗ്നിവീർ പദ്ധതി പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അഗ്നിവീർ പദ്ധതി ചില സംസ്ഥാനങ്ങളിലൊക്കെ അഗ്നിവീർ പദ്ധതി പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതും നടപ്പാകാനുള്ള സാധ്യതയില്ല. പക്ഷേ തിരിച്ച്, അതായത് ഈ ഘടകകക്ഷികൾക്ക് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനോട് എതിർപ്പില്ല. ഒപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനോട് എതിർപ്പില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ അല്പം സീറ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡിന് പ്രത്യേകിച്ച് എതിർപ്പ് ഈ 2 കൂട്ടർക്കും ഇല്ല, JDUവിനും ഇല്ല, TDPക്കും. പിന്നെ അവർക്കുള്ളത് ഈ മുസ്ലിം സംവരണം നിർത്തലാക്കുന്നതിനകത്ത് JDUവിന് എതിർപ്പുണ്ട്, ആന്ധ്രാപ്രദേശിലെ TDPക്കും എതിർപ്പുണ്ട്. ആ എതിർപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെ അത് മുമ്പോട്ട് പോകും? 5 വർഷം ഇങ്ങനെ തട്ടിയുരുട്ട് കേസും കാര്യങ്ങളും ചർച്ചകളുമായിട്ട് അത് അങ്ങനെ പോകും. ഈ 5 കൊല്ലം നടക്കാനുള്ള സാധ്യതയില്ല. അടുത്ത 5 കൊല്ലത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നോക്കാൻ പറ്റുമായിരിക്കാം. പിന്നുള്ളത് ദേവസ്വം ബോർഡ് ബില്ലാണ്. അതിനകത്ത് ഈ JDUവിന് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അല്പമെങ്കിലും റോൾ ഉണ്ടാകണമെങ്കിൽ അത് ദേവസ്വം ബോർഡുകളുടെ കീഴിൽ, അല്ലെങ്കിൽ ആന്ധ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ചില ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ട് നായിഡുവിനെ അതിനകത്ത് എന്തെങ്കിലും എതിർപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം, അതിനകത്ത് ഈ 2 കൂട്ടർക്കും എതിർപ്പില്ല. കാരണം ഈ നിയമം നേരത്തെ വന്നിരുന്നതാണ്. ആ നിയമത്തെ ഈ ബീഹാറോ ഇല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ ആന്ധ്രാപ്രദേശോ ഒന്നും എതിർത്തിരുന്നില്ല. അപ്പോൾ അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും അതിനകത്ത് ഇല്ല. പ്രത്യേകിച്ച് അവരുടെ സംസ്ഥാനങ്ങളെ അത് ബാധിക്കുന്നുമല്ല. ഇതിനകത്ത് BJP കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ തെലുങ്കുദേശം പാർട്ടിയും JDUവും ഒക്കെ പ്രാദേശിക പാർട്ടികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ നയരൂപീകരണത്തിൽ ഈ പാർട്ടികളുടെ നിലപാടിനും വലിയ റോളൊന്നുമില്ല. അവർക്ക് അവരുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ മാത്രമാണ്. ഏതായാലും നായിഡുവിൻ്റെ കയ്യിൽ BJP ആക്രമിക്കാനുള്ള, അല്ലെങ്കിൽ BJPക്ക് തലവേദന സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ തടയാനുള്ള മരുന്ന് മോദിയുടെ കയ്യിലുമുണ്ട്. ഏതായാലും നിതീഷ് കുമാറിൻ്റെ ഒരു സാധ്യത പോകുന്നത് ഒരുപക്ഷെ അധികാരത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങാനാണ് സാധ്യത. ഏതായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാകാനുള്ള സാധ്യതയില്ല. ഏതായാലും ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്കാണ് BJP പ്രാധാന്യം കൊടുക്കുന്നത്, 5 ബില്ലുകൾക്ക്. ആ 5 ബില്ലിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഘടകകക്ഷികൾക്ക് ഓക്കെയാണ്. അതിനകത്ത് എതിർപ്പ് അവർ മുൻപ് ഉയർത്തിയിട്ടില്ല. ഇപ്പോഴും അവരതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ചർച്ച നടത്തണമെന്ന് മാത്രമാണ് പറയുന്നത്. അതൊരു സാമാന്യ മര്യാദയുമാണ്. രണ്ടാമത് ഏകീകൃത സിവിൽ കോഡിനും അവർക്ക് എതിർപ്പൊന്നും തന്നെയില്ല. ഈ മുസ്ലിം സംവരണത്തിൽ മാത്രമായിരിക്കും ഒരു എതിർപ്പുണ്ടാകുക. അതിനെ മറികടക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളും അവരുടെ കയ്യിലുണ്ട്. ഏതായാലും ഈ 5 വർഷത്തേക്ക് സംവരണം അവർക്ക് കൊടുക്കാനോ അത് നിർത്തലാക്കാനോ പറ്റുമോ എന്നൊക്കെ ഉള്ളത് വരും മാസങ്ങളിൽ അറിയാൻ പറ്റും. ഏതായാലും മോദി എന്തായാലും ഈ 2 വിദ്വാന്മാരെയും കൊണ്ട് 5 വർഷത്തേക്ക് ഭരിച്ച് മുൻപോട്ട് പോകും എന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം അവരൊരു 5-6 മാസത്തിനുള്ളിൽ വ്യക്തമായ ഒരു മെജോറിറ്റിയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഏതായാലും ഇനിയിപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ TDPയും JDUവുമൊക്കെ ഒതുങ്ങി നിൽക്കുന്നത്. അതല്ലാതെ അവർ നല്ല കുട്ടികളായതുകൊണ്ടൊന്നുമല്ല, അവരെ മെരുക്കാനുള്ള കാര്യങ്ങൾ ഇവരുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് തന്നെയാണ് മനസ്സിലാവുന്നത്. പോയിന്റ്. നന്ദി, നമസ്കാരം.